പുതിയ വീട്ടിലേക്ക് സാധനം ഞാനിപ്പോൾ ഉള്ളത് പുതിയാപ്പ ശ്രീ ഭഗവതി ക്ഷേത്ര മണ്ഡലമഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ലൈറ്റിംഗ് ഒക്കെ കാണാൻ വന്നത് ലൈറ്റിങ്സ് കാര്യങ്ങളൊക്കെ കാണാൻ വന്നതാണ്. ഇവിടെ ഫുൾ ഓണാണ്, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ഓണാണ്. വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാം കേട്ടോ. ഒരുപാട് നല്ല നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാവരും പുതിയാപ്പ വിസിറ്റ് ചെയ്യുക. ഈ ഉത്സവം ആരും മിസ്സാക്കരുത്. ഇവിടെ ഒരുപാട് പരിപാടിയുണ്ട്, നല്ല നല്ല ഗാനമേള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം.
പുതിയാപ്പല്ല നമ്മളെ ഫ്രണ്ടാട്ടോ, ജിതിനാണ്. ജിതിനോട് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ജിതിന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. തുടക്കം മുതൽ ഇനി അവസാനം എന്തൊക്കെ പരിപാടി ഉണ്ട്? 19 കൊടിയേറി ഉണ്ട്. ഇന്ന് പഞ്ചാരി മേളത്തിന്റെ കലാമണ്ഡല രതീശിന്റെ പരിപാടി കഴിഞ്ഞ് ഇപ്പൊ അവിടെ പ്രഭാഷണം നടക്കുന്നുണ്ട്. നാളെ തിരുവാതിര ഉണ്ട്, മറ്റന്നാളും ഉണ്ട്. 2 പ്രാവശ്യം തിരുവാതിര ഉണ്ട്. പിന്നെ 24-ാം തീയതിയാണ് സ്റ്റേജ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഗാനമേള. ഗാനമേള അത് നമ്മളെ ഇവരാണ് വരുന്നത്. ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം, ദിൽഷ, ബലറാം, നന്ദ. വെടിക്കെട്ട് ഉണ്ടാവില്ല? വെടിക്കെട്ട് 2 ദിവസം ഉണ്ടാവും. 2 ദിവസം ഉണ്ടാവും. അടിപൊളി വെടിക്കെട്ട്. ആര്യാദയിലാണ് വരുന്നത്. അവസാനം എപ്പോഴാണ്? 26-നാണ് അവസാനം. അന്ന് ഗംഭീര പന്തമീശ്വരവും കലാപരിപാടിയൊക്കെ ആയിട്ട് അന്നാണ് നമ്മളെ നാന്ത ഇന്നലെപ്പൊക്കെ ആയിട്ട് ലാസ്റ്റ് അന്നാണ് വരുന്നത്. പിന്നെ പിറ്റേന്ന് ഗുരുതി അർപ്പണം, ഇതോടെ സമാപനം. അപ്പോൾ ഇതാണ് പുതിയാപ്പല കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ജിതിൻ പറഞ്ഞ വരെ എല്ലാവരും പുതിയാപ്പലക്ക് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതാണ് കേട്ടോ നമ്മളെ ഗാനമേളൊക്കെ നടക്കുന്ന സ്റ്റേജാണിത്. അതുപോലെ വെടിക്കെട്ടൊക്കെ നടക്കുന്ന ആ ഭാഗത്തേക്ക് കേട്ടോ. വെടിക്കെട്ടൊക്കെ ആ ഭാഗത്താണ് നടക്കുന്നത്. സ്റ്റേജ് ഇവിടെയാണ് കേട്ടോ. അമ്പലം ഇതാ കിടക്കുന്ന ഈ അമ്പലം. ഇതാണ് അമ്പലം. അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഫുൾ ഓണാണ്. അമ്പലത്തിന് മുമ്പിലാണ് കേട്ടോ. നിത്യാനന്ദൻ ചേട്ടനുണ്ട് ഇവിടെ, കമ്മിറ്റിയുള്ള ആളാണ്. ഈ ഉത്സവത്തിൻ്റെ കാര്യം ലൈറ്റിനെ പറ്റിയൊക്കെ വള്ളിയന്മാരാ. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ ഒന്ന് പറയും, ലൈറ്റിന് കാര്യം പറ്റി, അതിൻ്റെ കാര്യങ്ങളൊക്കെ, ഇവിടുത്തെ ഉത്സവത്തിനെ പറ്റിയൊക്കെ പറഞ്ഞോളി. നമ്മൾ 19-ാം തീയതി കൊടിയേറി കഴിഞ്ഞ മുതൽ 7 ദിവസം വരെ ലൈറ്റും കാര്യം ഉണ്ടോ? റോട്ടുമേലുണ്ടാവും. ഈ ലൈറ്റിനൊക്കെ നല്ല ചിലവ് വരില്ല? 4 ലക്ഷം റുപ്യാണല്ലോ ഈ കാണുന്ന ലൈറ്റിന് കേട്ടോ. പിന്നെ അങ്ങോട്ട് കിലോമീറ്ററോളം ലൈറ്റ് ഉണ്ട്. ഓരോ ബാച്ചായിട്ടുള്ള. വേറെ എന്തെല്ലാം പരിപാടി? 23 മുതൽ സ്റ്റേജ് പരിപാടി ഉണ്ട്. 26 വരെ. പിന്നെ ആഘോഷപരമുണ്ട്. കരിമരുന്ന് ഗാനമേള. പിന്നെ 12 ദിവസമുണ്ട്. കളിയും പാട്ട്, ക്ഷേത്രത്തോടനുബന്ധപ്പെട്ട എല്ലാ പരിപാടിയും ഉണ്ട്. നമ്മളെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ വരുന്നതാണേ. ഞാനൊക്കെ കുട്ടിക്കാലത്ത് നടന്നു പോലെ നാട്ടിലേക്ക് ഇതിന് വന്നിട്ട്. അപ്പോൾ ആ ഓർമ്മകളൊക്കെ നമുക്കും ഉണ്ട്. അപ്പോൾ നല്ല രീതിയിലൊക്കെ ഭംഗിയായിട്ട് പോട്ടെ പരിപാടിയൊക്കെ. പുതിയാപ്പ നമ്മളെ കേരളത്തിൽ അറിയപ്പെടുന്നൊരു ക്ഷേത്രമായിട്ട് മാറട്ടെ കേട്ടോ. എല്ലാ ആശംസകളും. ഓക്കെ. അപ്പോൾ നമ്മളെ ബായ് കേട്ടോ, എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ബായിനെ കിട്ടിയാണ് ഇവിടുന്ന്. അപ്പോൾ ഈ ബായിയാണിത്. ബായിനെ കൂട്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നിട്ടോ. ഒറ്റയ്ക്ക് വന്നതിനെ കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളെ ബായ് കേട്ടോ, നമ്മളെ ഐസ് കമ്പനിയിലെ ബായിയാണ്. ബായിൻ്റെ പേരെന്താ? നമുക്ക് ശിവ. ശിവ കേട്ടോ, ശിവ കേട്ടോ. ശിവനെ കൂട്ടി വന്നതാണേ. അപ്പം ബായിൻ്റെ കുറച്ച് ക്യാമറ ബായിയാണ് കുറച്ച് നേരം കേട്ടോ.